ഞാൻ എന്താ ചെയ്യണം അവിടെ താഴെ? ഞാൻ താഴെ അവിടെയൊക്കെ തിരകെ കണ്ടില്ല. ഫർഹാന പറഞ്ഞ നീ മുകളിൽ നിൽക്കുന്നെന്ന്. ഓ, നീ എന്ത് ഇവിടെ നിൽക്കുന്നുണ്ട്? അവളെ മോന്തയും കണ്ട് ഞാൻ എപ്പോഴും അവിടെ ഇരിക്കണോ? എനിക്കാണെങ്കിൽ അവളെ അഹങ്കാരം അവളുടെതാണ് എന്നുള്ള ഒരു രീതി. നീ അവളടുത്ത് ചൂടാവണ്ട. പിന്നെ എനിക്കിന്റെ ദേഷ്യം വരത്തില്ലേ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ ഇവിടെ കയറിയില്ല, വെറുതെ കയറി കിടക്കുന്ന കണക്കാണ് ഇപ്പൊ അവളുടെ ഭാവം. അവളുടെ വീടാണ്. നിങ്ങൾക്ക് പറയണ്ടായിരുന്നു, അതിന്റെ അടുത്ത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലേ? അന്ന് ടാക്സിന്റെ പ്രശ്നം വന്നപ്പോ ഞാൻ അവളെ പേരിനെഴുതി വെച്ചതാ. പക്ഷെ എനിക്ക് തിരിച്ചെഴുതി മേടിക്കാനും മറന്നുപോയി. ഞാനത് എങ്ങനെയെങ്കിലും എഴുതി മേടിക്കട്ടെ. നീ അവളുടെ അടുത്ത് ഇങ്ങനൊരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നല്ലേ? ഞാനങ്ങ് മറന്നുപോയി. ഇത്രയും വലിയ കുരിശാവെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി അത് തിരിച്ചു പിടിക്കാൻ എന്താ വഴി? അതിന് ഞാൻ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. നീ ബാ, ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് വിറ്റ് തരാൻ പറ. അതല്ല, അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. വിറ്റിട്ട് നമുക്ക് വേറെ ഒരു പ്രോപ്പർട്ടി പോയി വാങ്ങാം. അതെന്റെ പേര് വേണം. എനിക്കിത് പറ്റത്തില്ല. നീ ബാ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ ബാ ഇങ്ങോട്ട് ബാ. പറയട്ടെ, എനിക്ക് പറ്റത്തില്ലെന്ന്. എന്താ പറ. നീ ഷെമിയെയും പിള്ളേരെയും വേർപ്പിക്കരുത്. പിന്നെ ഞാൻ സ്നേഹിക്കും. ഞാൻ പറയുന്നത് നീ കേക്ക്. ഇതാണ് വലിയ ഐഡിയ. അവളെ വേലക്കാരിയായിട്ട് ഞാൻ നിക്കണോ? നീയേ എനിക്കൊന്നും കേക്കണ്ട. നിന്റെ ഈ എടുത്തു ചാട്ടമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഞാനാണോ കുറ്റക്കാരി? എന്നെ എന്തെല്ലാം പറഞ്ഞ് വളച്ചു കൊണ്ടുവന്നിട്ട്. ഷെമിക്കും മക്കൾക്കും നിന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് അവർക്ക് വരരുത്. ഞാൻ ബുദ്ധിമുട്ടാണല്ലേ? നീ അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. നീ അവളെയും മക്കളെയും സ്നേഹിക്കുന്ന കണക്കുന്നില്ലേ? എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല. നീ അവളെയും മക്കളെയും സ്നേഹിക്കുന്ന കണക്ക് അഭിനയിക്ക്. ഞാൻ അവളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിന്റെ അടുത്ത്. അവൾക്ക് സംശയം വരാത്ത രീതിയിൽ നീ നില്ല്. ഞാൻ എങ്ങനെയെങ്കിലും അത് എഴുതി വാങ്ങട്ടെ. പിന്നെ ഞാൻ സ്നേഹിച്ച അവളങ്ങ് എഴുതി തരുമല്ലേ? എന്തായാലും ഞാൻ രണ്ടാം ഭാര്യ. അങ്ങനെയൊന്നുമല്ല, അവളൊരു പൊട്ടിയാണ്. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ജെസ്സി, ഞാൻ അവളെ കൂടെ സ്നേഹത്തോടി പെരുമാറും. നീ അവിടെ കയറി മോന്തെയൊന്നും കാണിക്കരുത്. നീ അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യരുത്. അങ്ങനെയൊന്നും പറ്റത്തില്ല. അതൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. നീ പറയുന്ന കേക്ക്. എന്തോന്ന് വേണ്ട, അതൊന്നും പറ്റത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. നീ എന്താ ഇത്? ഞാൻ പറയുന്നത് നിങ്ങളെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ അവളെ മതി. എന്നെ പുതുമോടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ട. അതും എന്റെ കാര്യം. നിന്നെ ഞാനിന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം? ഇടി, നീ എന്നെ വിശ്വസിക്കടി. എനിക്ക് നിന്നെ മതി. പിന്നെ ഇങ്ങനെ പെരുമാറുന്ന എന്താ? അവളെ വേണം ഒരു നേരം, അവള് ഒരു നേരം. ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് എന്താ, ഞാൻ ഇവിടെ വേലക്കാരിയാ. നിന്നെ അവൾ അനിയത്തി പോലെ കാണുന്ന ഒരു സിറ്റുവേഷൻ വരട്ടെ. അതുപോലെ നീ കാണിക്കേ. അപ്പൊ അവക്ക് സ്നേഹം വരും നിന്നോട്. പിന്നെ എന്നെ സ്നേഹിച്ചിട്ട് നമ്മളുടെ കാര്യവും നടക്കും. അപ്പൊ അവൾ എഴുതി തരുമോ? എഴുതി വാങ്ങണം. അതാണ് നിന്റെ മിടുക്ക്, നിന്റെ ചൊണ. നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത പിന്നെ ഞാൻ വിചാരിച്ചാൽ നടക്കുമോ? നടക്കും. ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാൽ അത് നടക്കും. എങ്കിലും ഞാൻ ഒന്ന് ശ്രമിക്കാം. പക്ഷെ നടന്നില്ലെങ്കിൽ ബാക്കി പിന്നെ നടത്താം. നീ വാ. സാവി, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല. ജെസ്സി, ഞാൻ പറയുന്ന കേള്. നീ ഇത് പിടി. ഇത് ഫർഹാനോട് കൊടു. നീ ആദ്യം ഇത് ഫർഹാനോട്, എന്നിട്ട് അവനെ തൊട്ട് തുടങ്ങ്. ഇത് വല്ല നടക്കോ? നടക്കും. ചെല്ല്. നീ അവനാദ്യം സോപ്പിട്. പയ്യ ഷെമിയും വന്നോളും. ചെല്ല്. നീ കൊണ്ടുകൊടു. ചെല്ല്. ചെറുക്കൻ വെളിയിലാണ്. പുറത്തുണ്ട്.
മോനെന്താ ഇവിടെ ഇരിക്കുന്നത്? മോനെന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്ന? കൂട്ടുകാരൂടെ കളിക്കാൻ പോകാൻ വയ്യല്ലേ? കൈ കാരണം ദേ ഇങ്ങോട്ട് നോക്കേ. ആ വാ, കുഞ്ഞെന്താ വാങ്ങിയെന്ന് കാണ. വാടാ. ആ മോനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. ഇതാണ് വാപ്പി എപ്പോഴും വാങ്ങിത്തരുന്നേ. ഇതാണ് വാപ്പി എപ്പോഴും വാങ്ങിത്തരുന്നേ. പിടി. ആ ഇതും കുഞ്ഞാടെ വക. ഓ മോന് കൈ വയ്യല്ലോ. ഈ ഐസ്ക്രീമും ഉണ്ട്. കുഞ്ഞ് അങ്ങ് റൂമിൽ വെച്ചേക്കാം കേട്ടോ. വന്ന് കഴിക്ക് വാങ്ങി. കുഞ്ഞടുത്ത് തൊട്ടോ ഇത്? പൊട്ടിച്ചേർത്തോ കുഞ്ഞ? മോനെന്തിനാ പുറത്തു വന്നിരിക്കുന്നത്? കുഞ്ഞാട് ദേഷ്യമുണ്ടോ? സോറിടാ കുഞ്ഞ് വെറുതെ ചെയ്തല്ലേ. ഇത് ഒരു ചെറിയൊരു പണിഷ്മെന്റ് അല്ലായിരുന്നു. കുഞ്ഞാട് ദേഷ്യമൊക്കെ മാറിയാ? അതിനല്ലേ കുഞ്ഞതാ ഇത് വാങ്ങി തന്നത്. കുഞ്ഞായിട്ട് ദേഷ്യമുണ്ടോ? ആഹാ ഇല്ല 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 ഇല്ല. കുഞ്ഞാക്ക് മനസ്സിലായി. ഇല്ല ഇല്ലേ? ഇതെല്ലാം കൊണ്ട് വെച്ച് കഴിക്കണേ. ഇല്ലല്ലേ കുഞ്ഞായിട്ട് ദേഷ്യം ഒന്നും ഇല്ലല്ലേ? നീ കുഞ്ഞായെ കാണുമ്പോ മിണ്ടാതെ പോവോ? ഇല്ലല്ലേ? കുഞ്ഞ ഫേവറേറ്റ് ആണെന്ന് വാപ്പി എടുത്ത് പറയണേ. നമുക്ക് കളിക്കാം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഗെയിം കളിക്കാം. മൊബൈലിൽ തരാം. കുഞ്ഞാടെ മൊബൈലിൽ തരാം കേട്ടോ. അപ്പൊ ഇത് കുഞ്ഞങ്ങ് റൂമിൽ വെച്ചിരുന്നാ മതിയോ? അപ്പൊ മക്കള് വാ. നോക്ക്. ആ ഇങ്ങ് വാ മോനെ. ഉമ്മ ഇതായി റൂമിലുണ്ട്. എന്താ മോനെ? ഇങ്ങ് വാ മോനെ. ഉമ്മ ഇവിടെ ഉണ്ട്. ഇതെന്താ? ഇതെവിടുന്ന്? കുഞ്ഞ വന്ന. ഏത് കുഞ്ഞാ? നമ്മളെ കുഞ്ഞ. ഇവിടെ നമ്മളെ ജെസ്സി കുഞ്ഞ. ഇത് മോനിക്ക് എന്നാ? ഓ കുഞ്ഞ പാവമാണ് ഉമ്മേ. എൻ്റെ സോറിയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതെല്ലാം മേടിച്ചും തന്നു. എൻ്റെ മക്കൾ എന്ത് കണ്ടാലും അങ്ങ് വിശ്വസിക്കരുത് കേട്ടാ. നമ്മളെ ഇഷ്ടമല്ലാത്ത ഒരാൾ പെട്ടെന്ന് നമ്മളെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അതിലെന്തെങ്കിലും അമ്മ നോക്കിക്കോളാം. മക്കളിത് കഴിക്കുക. പാക്കറ്റ് പൊട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എന്തായാലും കുഞ്ഞ് പുറത്ത് പോയിട്ടില്ല. വാപ്പി വാങ്ങിച്ചു തന്നായിരിക്കും. മക്കൾ കൊണ്ട് കഴിച്ചോ. എനിക്ക് ഫോൺ തരാന്ന് പറഞ്ഞു ഗെയിം കളിക്കാൻ. വേണ്ട, ഉമ്മയുടെ ഫോണിൽ കളിച്ചാൽ മതി. കണക്കത്തെ പൊട്ട ഫോണല്ല. ഞാൻ നല്ല ഫോണാണ്. നല്ല നല്ല ഗെയിംസും ഉണ്ട് അതില്. ഉമ്മ കൂടിയ ഫോണാവും. ഞാൻ ഫോൺ ഇതെന്താണോ എന്തോ. എന്തായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കൊച്ചിന്? ചെറുക്കൻ്റെ ഫോൺ നശിപ്പിക്കുമോ? ഗെയിം എല്ലാം കയറ്റി കൊടുക്കുകയും ചെയ്തു. കളിച്ചോ. ആ ഗെയിം തീരുമ്പോ പറഞ്ഞാൽ മതി. കുഞ്ഞ് പുതിയ ഗെയിം കയറ്റിത്തരാം. ജെസ്സി എന്തായി? എന്റെ ഫോൺ കൊടുക്കേണ്ടി വന്നു. ഫോൺ എന്റെ പുതിയ ഫോണാണ്. 1.5 ലക്ഷം രൂപയുടെ ഫോണാണ്. എനിക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു തരണം. ചെറുക്കനെ കളിക്കാൻ എടുത്ത് കൊടുത്തു ഞാൻ. അത് ഞാൻ വാങ്ങിത്തരാം. ചെറുക്കനെ എങ്ങനെയാണ് ഞാൻ സോപ്പിട്ട് കയ്യിലാക്കി. ഫോൺ കൊടുത്താൽ മതിയല്ലോ ഇപ്പോഴത്തെ കൊച്ചങ്ങൾക്ക്. നീയേ ഷെമി എടുത്ത് പോയൊരു മാപ്പും കൂടെ അങ്ങ് പറഞ്ഞുതരാം. എന്തിന്? നിനക്കിതൊക്കെ മേടിക്കണോ? തിരിച്ചമ്മക്ക് എഴുതി വാങ്ങണോ? എന്നാ നീ അത് പറ. എന്നെ കൊണ്ട് പറ്റത്തില്ല സഫി. എന്നെ കൊണ്ട് പറ്റത്തില്ല. മാപ്പൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ മാപ്പ് പറ. വാ, ഞാനും കൂടെ വരണോ? വേണ്ട. ചെല്ല്. സെറ്റ് ആവട്ടെ, ഞാൻ ചെല്ലാം. ജെസ്സി, നീ മാപ്പ് പറഞ്ഞ് അവളെ കൂടെ കൂട്. 2 അടുക്കളയൊക്കെ അങ്ങ് മാറ്റ്.
നമുക്ക് വീട് പേരുടെ എഴുതി മേടിക്കണ്ടേ? വേണോ വേണ്ടേ? വേണം. എന്നിട്ട് അവളെ ഇതിന്റെ ഇരട്ടി സ്പീഡിന് അടിച്ചിറക്കണം. അത് നമുക്ക് ചെയ്യാം. വാ ചെല്ല്. ഞാൻ വരണോ നീ പോവും? ഞാൻ പോയിക്കോളാം. ചെല്ല്. എന്നാ ഞാനൊന്ന് ജംഗ്ഷനിലോട്ട് പോയിട്ട് വരട്ടെ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടങ്ങ് പോകുക. ചെല്ല്. അയ്യോ, അവളടുത്ത് ഞാൻ എങ്ങനെ മാപ്പ് പറയണം? അങ്ങേരെ ഇതൊക്കെ കണ്ടിട്ടാ കെട്ടിയത്. അപ്പൊ ഇപ്പൊ ഒന്നുമില്ലെന്നാ. ഇതിനു വേണ്ടി ഏത് തറ കളി വേണമെങ്കിലും ഞാൻ കളിക്കും. അങ്ങേരെ കയ്യിൽ ഒതുക്കാമെങ്കിൽ പിന്നെ എനിക്ക് ഇവളെയാണ് ആ പാട്. ഞാൻ വിചാരം ഞാൻ എന്തോ കണ്ടിട്ടാണ് വന്നതെന്ന്. ഞാൻ കണ്ടത് ഇതൊക്കെ തന്നെ. അത് ഞാൻ ഒപ്പിക്കുകയും ചെയ്യും. അതങ്ങോട്ട് മനസ്സിന് ദഹിക്കുന്നുമില്ല. ഷമീത്ത, എന്താ അടുക്കള എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അയ്യോ, അടുക്കള മാറിയണം പോയോ? ഇത് ഞാൻ ഉപയോഗിക്കുന്ന അടുക്കളയല്ലേ? ഇല്ല, നമുക്ക് ഒന്നിച്ച് ഉപയോഗിക്കാം. ഞാൻ കൂടെ ചെയ്തു തരാം. പിന്നെ എങ്ങനെ പറയണം എന്നെനിക്കറിയത്തില്ല. ഞാൻ കുറേ ചിന്തിച്ചിട്ടാ. ഞാൻ കുറേ ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. ഞാൻ ആ തെറ്റുകാരി. ആണുങ്ങൾ വന്ന് അതും ഇതും പറയുമ്പം നമ്മുടെ കാര്യം കൊണ്ട് നമ്മൾ ഒന്നും ചിന്തിച്ചില്ല. ഇക്കായെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ കല്യാണം നടത്തണമെന്ന് നിർബന്ധം പിടിച്ചതും. അപ്പം ഇത്താടെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല. പിന്നെ ഇക്കാടെ സ്നേഹമൊക്കെ കിട്ടിയപ്പം ഞാൻ കുറച്ചങ്ങ് അഹങ്കരിച്ചതാ. എന്നോടത്ത ക്ഷമിക്കണം. ഒന്ന് ഞാൻ പറയുന്നതെന്ന് ശ്രദ്ധിക്കത്താ. എന്തായാലും വന്നതും എല്ലാം ആയില്ലേ. ഞാൻ എന്തായാലും ഇക്കടെ ഭാര്യയായി വന്നില്ലേ. എന്തായാലും ഇക്കടെ ഭാര്യ തന്നെയല്ലേ ഞാനും. അപ്പം നമുക്ക് ഒന്നിച്ചങ്ങ് പൊയ്ക്കൂടെ ഇവിടെ? അല്ല എത്ര എടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2 ഭാര്യമാരും ഒരു വീട്ടിൽ തന്നെ പോകുന്നില്ലേ. ഞാൻ ആദ്യമൊക്കെ കുറച്ച് എടുത്തിയാട്ടോ കാര്യങ്ങളും. ചിലപ്പോൾ അതെൻ്റെ ഒരു സെൽഫിഷ്നെസ് ആവാം. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. എനിക്ക് ചെറിയൊരു അവകാശം തന്നാൽ മതി. ഇക്കാടെ ഭാര്യ എന്നുള്ള അതിൽ കുറച്ച് വിട്ടുവീഴ്ച ഇത്തങ്ങോട്ട് ചെയ്തു തരണം.
ഇക്കാടെ ഭാര്യമാരായിട്ട് അങ്ങ് ജീവിച്ചു പോവാം സന്തോഷത്തോടു കൂടി. അപ്പം അത് ആർക്കും ഒരു പ്രശ്നമാകത്തില്ലല്ലോ. വേണ്ട, ഞാനെന്തായാലും എനിക്ക് ഇക്കായെ കളഞ്ഞിട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇത്തായ്ക്ക് വേണ്ടി മാത്രം ഇട്ട് തരാനും പറ്റത്തില്ല. അപ്പം ഇതല്ലേ നല്ലത്. ഞാൻ സഫിയായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. സഫിയുടെ മനസ്സിൽ എന്നെ കഴി സ്ഥാനം ഇത്തായ്ക്കാണ്. അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു പടി താഴെയായാലും എനിക്ക് വേണം. ഞാൻ ഇത്താടെ സഭയുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വരില്ല. പക്ഷെ അതേയുള്ള ഇത്തായും ഞാനും സഭയും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഇടയിലും വരരുത്. അങ്ങനെ പോയാൽ നമുക്ക് ഒന്നിച്ചങ്ങ് ജീവിച്ചു പോയിക്കൂടെ? ഇത്ത ഒരു അനീതിയെ പോലെ എന്നെ കാണണം. ഞാൻ ഇന്നു മുതൽ ഇത്താടെ ഒരു അനീതിയായിരിക്കും. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത്ത എന്താ ഉണ്ടാക്കുന്ന? ചപ്പാത്തിയാ? ഞാൻ പരത്തി തരാം. വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. എത്ര എണ്ണം വേണം എത്താ? ഒരു 5 എണ്ണം ഇടാം അല്ലേ? അത് മതി. ഞാൻ വയ്ക്കാം. എന്തായിരിക്കും റബ്ബേ, എന്തോ ഒരു അപകടം ഉണ്ടല്ലേ.